ഹലോ ഫ്രണ്ട്സ്, ഗാലക്സി M51. ഗാലക്സി M31 ശേഷം പുറത്തിറങ്ങിയ ഗാലക്സിയുടെ ഏറ്റവും പുതിയൊരു മോഡൽ ഫോണാണ് ഗാലക്സി M51. ഇതിന്റെ ബാറ്ററി വരുന്നത് 7000 mAh. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കൂടുതൽ നമ്മൾ നീട്ടിപ്പരത്തി പറയണമെന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പ് ചെറിയൊരു കാര്യം, നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തെക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. നമുക്ക് ഏതായാലും നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ കാദർ വെള്ളേരി, വെൽക്കം ടു ടെക് സൊല്യൂഷൻ. ആദ്യമായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ബോക്സിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പിറങ്ങിയ ഗാലക്സിൻ്റെ സാധാ വരുന്ന ബോക്സിൻ്റെ അതേമാതിരിയൊക്കെ തന്നെയുള്ളത്. അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇതിലൊരു മാറ്റങ്ങളൊന്നും കണ്ടിട്ടില്ല. ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. 128 GB ഇതിൻ്റെ പുറത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഏതായാലും ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. ബോക്സ് നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ നമുക്ക് നേരെ കാണുന്നത് M51 എന്നുള്ള വലിയൊരു ഇതായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ ആയിട്ട് ഇൻഫിനിറ്റി ഡിസ്പ്ലേ എന്ന് കാണുന്നുണ്ട്, കോഡ് ക്യാമറ എന്ന് കാണുന്നുണ്ട്. 7000 mAh എന്നുള്ളത് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആണ്. അതിന് ഇതിൻ്റെ പുറത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. നമുക്ക് മൊബൈലൊന്ന് പുറത്ത് എടുത്ത് നോക്കാം. നമുക്ക് ഈ സൈഡിലായിട്ട് സാധാരണഗതിയിൽ നമ്മളിതിൻ്റെ എല്ലാ മൊബൈലിനും പൗച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടാറുണ്ട്. പക്ഷേ M സീരീസിലുള്ള ഫോണുകളിൽ നമ്മളിതിൻ്റെ മുമ്പേ പറഞ്ഞതാണ്, പൗച്ചൊന്നും ലഭിക്കാറില്ല. നമുക്ക് ഏതായാലും ഇതിൻ്റെ ഉള്ളിൽ പൊളിച്ച് നോക്കാം, എന്തൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോക്സിൻ്റെ അകത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ടൊരു കാറ്റലോഗ് മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിൽ കിട്ടുന്ന ഒരു പൗച്ചൊന്നും കിട്ടിയിട്ടില്ല. M സീരീസിന് നമ്മൾ ഇതിന് മുമ്പ് തന്നെ പറഞ്ഞതാണ്, പൗച്ചൊന്നും കിട്ടാറില്ല. പിന്നെ നമുക്ക് ഇവിടെ സിം റിമൂവ് ചെയ്യാനുള്ള ഒരു പിന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ്ഫോൺ കിട്ടിയിട്ടുണ്ട്. ഹെഡ്ഫോൺ സാധാരണ ഗാലക്സിന്റെ മോഡലല്ല, കുറച്ചൊരു നല്ലൊരു ടൈപ്പ്. A71 ഈ ഒരു മോഡൽ തന്നെയാണ് വരുന്നത്. കുറച്ച് നല്ല ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബൂഫർ ടൈപ്പ് ഹെഡ്ഫോണാണ് ഇത് വരുന്നത്. സാധാരണ വരുന്ന പോലെ ആ പ്ലാസ്റ്റിക്കിന്റെ ബോഡി വരുന്ന ഹെഡ്ഫോൺ അല്ല, നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഹെഡ്ഫോൺ തന്നെയാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ടൈപ്സിന്റെ ഒരു കേബിൾ ഉണ്ട്, പക്ഷെ ഇതിന്റെ രണ്ട് സൈഡും ടൈപ്പ് സി എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കാരണം നമ്മൾ സാധാരണ കാണുന്നത് ഒരു സൈഡിൽ USB-യും ഒരു സൈഡിൽ ടൈപ്പ് സി ആണ് കാണല്. പക്ഷേ ഇത് രണ്ട് സൈഡിലും ടൈപ്പ് സി ആണെന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് സാധാ USB ചാർജറിലൊക്കെ ഇട്ട് ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളടുത്ത് ഡാറ്റ കേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ചാർജ് ചെയ്യാം. നോർമൽ ടൈപ്പിൽ നമുക്ക് ഒരു ഇതിന് രണ്ട് സൈഡിലും ടൈപ്പ് സി തന്നെയാണ് വരുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്നൊക്കെ ടൈപ്പ് സിന്റെ ഒരു കാലം തന്നെയാണ്. എല്ലാ മൊബൈലുകളും ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും പുറത്തിറക്കുക. കാരണം ടൈപ്പ് സി വരുന്ന സമയത്തൊക്കെ ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി ടൈപ്പ് സി ചാർജിങ്ങിനൊക്കെ ആയിട്ട്. ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ടൈപ്പ് സി ആയതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് നീങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കാണുന്നത് വലിയൊരു ചാർജർ ഇതിൽ കാണുന്നുണ്ട്. ചാർജർ കണ്ടില്ല, ഈ ഒരു സൈഡിൽ ഇവിടെ ടൈപ്പ് സി ആണ് കാണുന്നത്. ഇത് എത്ര വാട്ട്സ് ആണ് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള 15 വാട്ട്സിന്റെ ഒരു ചാർജറാണ്. 15 വാട്ട്സ് എന്ന് പറഞ്ഞാൽ 7000 mAh ലേശം ബാറ്ററി വാട്ട്സ് കുറവ് തന്നെയാണിത്. പക്ഷേ എന്നാലും കമ്പനി ഇങ്ങനെ കൊടുത്ത സ്ഥിതിക്ക് നമുക്കൊന്നും നോക്കാനില്ല, സഹിക്കാനില്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സംഭവം ഇതിന്റെ അകത്തോട്ടന്നെ വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. പിന്നെ നമ്മൾ മൊബൈലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മൊബൈൽ അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഉള്ള ഒരു മൊബൈൽ തന്നെയാണെന്ന് പറയാം. 213 ഗ്രാമാണ് ഈ മൊബൈലിൻ്റെ വെയിറ്റ്. തിക്നെസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ബാറ്ററിക്ക് അനുസരിച്ചുള്ള ഒരു തിക്നെസ് തന്നെ ഉള്ളൂ, അല്ലാതെ എക്സ്ട്രാ ആയിട്ടൊന്നുമില്ല. പിന്നെ ഇതിന്റെ ബോഡിനെ മൊത്തത്തിൽ നമ്മൾ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ബോഡിയാണ്, അതായത് പ്യൂർ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ബോഡി തന്നെയാണ്. കാരണം ഇതിന്റെ M31 പറ്റി നമ്മൾ പറയുമ്പോൾ അതിലൊക്കെ ചെറിയൊരു തിളക്കമുള്ള ബോഡി വന്നിന്. ഇതിന് തിളക്കങ്ങളൊന്നുമില്ല, സാധാരണ ഒരു ഗ്ലോസിന്റെ തിളക്കം മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ, അല്ലാതെ രണ്ട് ഷെയ്ഡിങ്ങോടുള്ള ഒരു കളറൊന്നുമല്ല. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് 4 ക്യാമറ വരുന്നുണ്ട്. ഇതിന്റെ മെയിൻ ക്യാമറ വരുന്നത് 64 മെഗാപിക്സലാണ്, അൾട്രാ വൈഡ് വരുന്നത് 12 മെഗാപിക്സലാണ്, ഡെപ്ത് സെൻസർ വരുന്നത് 5 മെഗാപിക്സലാണ്, അതുപോലെ തന്നെ മാക്രോ ലെൻസ് വരുന്നത് 5 മെഗാപിക്സൽ. നമ്മൾ ഇതിന്റെ ഒരു അടിവശത്തേക്ക് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് 3.5mm ഹെഡ്ഫോൺ ജാക്ക് കാണാൻ പറ്റുന്നുണ്ട്, ടൈപ്പ് സി USB കേബിൾ കാണാൻ പറ്റുന്നുണ്ട്, ഇതിൽ ഒരു മെയിൻ മൈക്രോഫോൺ കാണാൻ പറ്റുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ലൗഡ് സ്പീക്കറും ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വോളിയം അപ്പ് ഡൗൺ ബട്ടൺ, അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ, പവർ ബട്ടൺ, ഇത് രണ്ടും ഒരുമിച്ചാണ് വരുന്നത്. ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് നോയിസ് ക്യാൻസലേഷൻ മൈക്ക് മാത്രമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇടത് വശത്തായിട്ട് നമുക്കൊരു സിം ട്രേയും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 2 നാനോ സിം കാർഡും 512 GB ഒരു മെമ്മറി കാർഡും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ലോട്ടാണ് ഇതിൽ കാണുന്നത്. 2 സിം കാർഡും മെമ്മറി കാർഡും നമുക്ക് ഒരേ സമയം ഉപയോഗിക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതിന്റെ ബാക്ക് വശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ബോഡിയാണ് കാണുന്നത്. പ്ലാസ്റ്റിക് ബോഡി എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ബോഡി തന്നെയാണ് ഇതിന് നല്ലത്. കാരണം ഗ്ലാസിന്റെ ബോഡി വന്നു കഴിഞ്ഞാൽ ഒരുപാട് തിക്നെസ് കൂടും. 7000 mAh ബാറ്ററി ആയതുകൊണ്ട് ഒരുപാട് തിക്നെസ് കൂടുക എന്ന് പറഞ്ഞാൽ ഇനിയും ഒരുപാട് തിക്നെസ് കൂടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പ്ലാസ്റ്റിക്കിന്റെ ബോഡിയാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബോഡി തന്നെയാണ്. ബ്രാൻഡ് നെയിം കൂടെ കൊടുത്തിട്ടുള്ള കുറച്ച് താഴെയായിട്ട് തന്നെയാണ്. ഇതൊക്കെ ഒരു സാധാരണ ഒരു സാംസങ്ങിന്റെ ഒരു ഫോണിലുള്ള അതേ തന്നെയാണ്. നമുക്ക് ഏതായാലും മൊബൈൽ ഒന്ന് ഓൺ ആക്കിയിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ ഇതിന്റെ സെൽഫി ക്യാമറയെ നമ്മൾ പറഞ്ഞിട്ടില്ല. 32 മെഗാപിക്സലാണ് ഇതിന്റെ സെൽഫി ക്യാമറ വരുന്നത്. ഈ ഒരു ഫോണിൽ 128 GB സ്റ്റോറേജ് ആണ് വരുന്നത്. 6 GB റാമോട് കൂടിയും 8 GB റാമോട് കൂടിയും 2 സ്റ്റെപ്പായിട്ട് ഒരു ഫോൺ വരുന്നുണ്ട്. ഇതിന്റെ ഇന്ത്യയിലെ മാർക്കറ്റിലുള്ള വില ഇന്നത്തെ വില 25,000 മുതൽ 27,000 രൂപ വരെയാണ്. നമ്മൾ പറഞ്ഞു 6 GB റാമോട് കൂടിയും 8 GB റാമോട് കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ റാമിന്റെ വ്യത്യാസത്തിനനുസരിച്ച് വിലയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. ഞാനിപ്പോൾ ഈ
ഒമാനിലാണ് ഈ ഒരു ഫോൺ വാങ്ങിയിട്ടുള്ളത്. ഇത് 145 റിയാലാണ് ഒമാനിൽ വരുന്ന വില. മൊബൈൽ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിനെ പറ്റി ആദ്യം നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത് സൂപ്പർ AMO LED ക്രിയേറ്റീവ് ടച്ച് 16M കളേഴ്സ് ആണ്. ഡിസ്പ്ലേ സൈസ് വരുന്നത് 6.7 ഇഞ്ചാണ്. സ്ക്രീൻ റെസൊല്യൂഷൻ വരുന്നത് 1080x2340. സ്ക്രീൻ റേഷ്യോ വരുന്നത് 19.5:9. ഫോമിംഗ് ഗൊറില്ല ക്ലാസ് 3 പ്രൊട്ടക്ഷനോട് കൂടിയുള്ള ഡിസ്പ്ലേ. കൂടാതെ ഇതിൽ 240 ഫ്രെയിം പെർ സെക്കൻഡിലുള്ള സ്ലോ മോഷൻ വീഡിയോയും ഇതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രൊസസർ വരുന്നത് സ്നാപ്ഡ്രാഗൺ 730G ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് Android 10 One UI 2.1 ആണ്. ബാറ്ററി വരുന്നത് 7000 mAh. തിക്നെസ് വരുന്നത് 9.5 mm ആണ്. വെയിറ്റ് വരുന്നത് 213 ഗ്രാമാണ്. ഇത്രയൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. നമുക്ക് ഇതിന്റെ ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം. മൊബൈൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ ഫിംഗർ പ്രിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി ഫിംഗർ പ്രിന്റ് സെറ്റ് ചെയ്ത് നോക്കുകയാണ്. വളരെ സ്പീഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിന്റെ മുമ്പ് വന്നിനെ 31S വന്നിനെ ആ ഒരു സ്ലോ ഒന്നും ഇതിൽ കാണില്ല. നല്ല സ്പീഡ് തന്നെയുണ്ട്. പിന്നെ ഫേസ് ലോക്കിന്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. ടച്ച് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്ത് ആണ് എല്ലാ നിലക്കും. ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞ A51 നമുക്ക് കിട്ടിയത് ഇവിടെ സ്ക്രീനിൽ ഫിംഗർ പ്രിന്റ് വന്നിരുന്നതാണ്. വളരെ സ്പീഡ് കുറവ് തന്നെയാണ് അങ്ങനത്തെ ഈ സ്ക്രീനിൽ ഫിംഗർ പ്രിന്റ് വരുന്നത്. കാരണം കൈമലൊക്കെ ചെറിയൊരു ഈർപ്പൊക്കെ ഉണ്ടായാലും. പക്ഷേ ഈ ഒരു സംഭവം ഇത് നല്ലൊരു തന്നെ. ഇതിലൊരു മൊബൈലിൽ ഒരു പൗച്ചും കൂടി കൊടുക്കേണ്ടതിന് എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ പാനലിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈഫൈ, സൗണ്ട്, ബ്ലൂടൂത്ത്, ഓട്ടോ റൊട്ടേഷൻ ഇതൊക്കെ നമുക്ക് വേണ്ട രീതിയിലേക്ക് നമുക്ക് മാറ്റാനൊക്കെ പറ്റും. പിന്നെ ഇവിടെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു സ്കാൻ QR കോഡ് സ്കാൻ ചെയ്യാൻ നമ്മൾ എക്സ്ട്രാ സോഫ്റ്റ്വെയർ ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ബ്ലൂ ഫിൽറ്റർ നമുക്ക് ഇനേബിൾ ചെയ്യാനും ഇതാക്കാനൊക്കെ പറ്റും. ബ്ലൂ ഫിൽറ്റർ നമ്മൾ ഇനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണിന് ഒന്നും കൂടി സേഫ്റ്റിയാണ്. അപ്പോൾ ഒരു ചെറിയൊരു മഞ്ഞ കളർ ആവുന്നുള്ളൂ, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമുക്കിവിടെ സ്മാർട്ട് വ്യൂ പറഞ്ഞൊരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ സ്മാർട്ട് വ്യൂ ഇതിലുള്ളതുകൊണ്ട് സാധാരണ ഗാലക്സികളിലൊക്കെ ഉണ്ടാവാറുണ്ട്, എന്നാലും പറയണം നമുക്ക് സ്മാർട്ട് ഫോണിലേക്ക് നമുക്ക് വയറില്ലാതെ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ NFC സപ്പോർട്ട് ആണ്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഡിഫോൾട്ട് ആയിട്ട് തന്നെ ഇതിൽ ഓൺ ആണ്. പിന്നെ എക്സ്ട്രാ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ റെക്കോർഡിംഗ് ഉണ്ട്. അത് A51 A50 സ്ക്രീൻ റെക്കോർഡിംഗ് ഉണ്ട്. പക്ഷേ എന്നാലും പറയാണ്, കാരണം ഇതൊക്കെ നോക്കിയെടുക്കുന്ന ആളുകൾക്ക് ഒരു ഉപകാരപ്പെടും. ഇതിൽ നമുക്ക് സൗണ്ടോട് കൂടിയും സൗണ്ട് ഇല്ലാതെയും സൗണ്ട് വിത്ത് മീഡിയ സൗണ്ട് വിത്ത് മൈക്കും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ HD, നോർമൽ HD, പിന്നെ 480p ഇങ്ങനെ 3 ലെവലിൽ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നത് ക്വിക്ക് ഷെയർ, മ്യൂസിക് ഷെയർ, ഡാർക്ക് മോഡ് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഡാർക്ക് മോഡിൽ ഇട്ടാൽ നല്ലൊരു വ്യൂ തന്നെയാണ്. കണ്ണിന് ഒരുപാട് ഒന്നും കൂടി സേഫ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ഇതിൽ ഡീഫോൾട്ട് തന്നെ ആയിട്ട് കമ്പനി കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ലാസ്റ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോക്കസ് മോഡ് എന്ന് പറഞ്ഞിട്ട്, ഫോക്കസ് മോഡിനെ പറ്റി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാൻ മാത്രമുണ്ട്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംശയം ആർക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോന്റെ താഴെയായിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇപ്പോൾ സമയമൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. സമയമൊക്കെ തെറ്റായിട്ടാണ് കാണിക്കുന്നത്. സമയമൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇതിൽ കാണിക്കുന്നുണ്ട്. ഡേറ്റ് ഒക്കെ നമുക്ക് ഒരു സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്നതോട് കൂടി തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൽ നോക്കേണ്ടത് സ്ക്രീൻ സെൻസർ. ചില ഫോണുകളിലൊക്കെ സ്ക്രീൻ സെൻസർ വരാതെ വരുന്നുണ്ട്. അപ്പോൾ മൂവായിൻ്റെ ഒക്കെ പ്രത്യേകിച്ച് മൂവായിൻ്റെ ഫോണുകളിലൊന്നും സ്ക്രീൻ സെൻസർ ഇത്ര പവർഫുൾ ആയിട്ട് വർക്കിംഗ് അല്ല. ഇതിൽ നമുക്ക് ഇപ്പോൾ എപ്പോഴും ഈ ഒരു സൈഡിൽ നിൽക്കണം എന്നില്ല. ഇവിടെ ഇങ്ങനെ നെക്കി കൊടുത്ത് കഴിഞ്ഞാലും സ്ക്രീൻ സെൻസർ ഓൺ ആവും. കൈമേൽ ഐക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫേസ് ലോക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ സ്ക്രീൻ ഓൺ ആവും. ആ ഒരു സമയത്ത് ഫോൺ ഓട്ടോമാറ്റിക്കലി അൺലോക്ക് ആവുന്നതായിരിക്കും. പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷനിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റും. ആപ്ലിക്കേഷനൊന്നും ഇതിൽ എക്സ്ട്രാ ആയിട്ട് നമുക്കൊരു യൂസ്ഫുൾ അല്ലാത്തൊരു ആപ്ലിക്കേഷനൊന്നും ഇതിൽ പ്രീഇൻസ്റ്റാൾ ആയിട്ട് ആക്റ്റീവായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഇന്ത്യൻ്റെ മാർക്കറ്റുകളിൽ കാണുന്ന ഫോണുകളിലൊക്കെ കുറേ ഷെയർ ചാറ്റ് പോലുള്ള പല ആപ്ലിക്കേഷൻസുകളും ഡെയിലി ഹണ്ട് പോലൊക്കെ പ്രീഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ കിട്ടുന്ന ഈ ഒരു ഫോണുകളിൽ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതുപോലെ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അൺഇൻസ്റ്റാൾ ചെയ്തെടുക്കാനും പറ്റുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിന്റെ എക്സ്ട്രാ ആയിട്ട് നമുക്കൊരു പ്രത്യേകത എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുമ്പ് ഇറങ്ങിയ M31S വെച്ച് നമുക്ക് നോക്കുമ്പോൾ ഇതിൽ ക്യാമറ ടു API നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ലെവൽ 3 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗൂഗിൾ ക്യാമറ ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഗൂഗിൾ ക്യാമറ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ M51 തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ്. അടുത്തതായിട്ട് നമ്മൾ ക്യാമറന്റെ ഒരു ഓപ്ഷനുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ M31S പോലെ തന്നെയാണ് സിംഗിൾ ടേക്ക് ക്യാമറ. ഇത് സാംസങ്ങിന്റെ എല്ലാ ഒരു ഫോണിലും ഉള്ളതുപോലെ തന്നെയാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. സാധാരണ ക്യാമറ, പിന്നെ അൾട്രാ വൈഡ് കാണുന്നുണ്ട്, വീഡിയോ മോഡ്, പിന്നെ മോർ ഓപ്ഷനിലാണ് നമുക്ക് പ്രോ ക്യാമറ, പനോരമ, ഫുഡ്, നൈറ്റ്, മാക്രോ, ലൈവ് ഫോക്കസ് ഇതൊക്കെ നമുക്ക്, പിന്നെ സൂപ്പർ സ്ലോ മോഷൻ ഇങ്ങനെ പല പല ഓപ്ഷനുകൾ സാംസങ്ങിന്റെ എല്ലാ ഫോണുകളിലും ഉള്ള ഒരുപാട് ഓപ്ഷനുകളുണ്ട്. പിന്നെ AR സൂൺ പറഞ്ഞിട്ട് ഇതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഇമോജി ലെവലിൽ നമുക്ക് വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് കമ്പനി. ഇതൊക്കെ സാധാരണ ഫോണുകളിലൊക്കെ ഉണ്ട്, പക്ഷേ ഇതിൽ ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെയാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ക്യാമറന്റെ ഒരു വ്യൂ നമുക്ക് വേറെ തന്നെ ചെയ്യേണ്ടി വരും. ഞാൻ ഏതായാലും ഇതിനോട് എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഇതിന്റെ വീഡിയോന്റെ അവസാനമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. പിന്നെ മറ്റ് ഫോണുകളിൽ നിന്ന് വ്യത്യാസമായിട്ട് നമുക്ക് ഇതിൽ കാണാൻ പറ്റിയത് ഇതിന്റെ ഒരു ഫ്രണ്ട് ക്യാമറയിലും 4K സപ്പോർട്ടഡ് ആണെന്നുള്ളതാണ്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും 4K റെസൊല്യൂഷനോട് കൂടിയുള്ളതാണ് ഇതിന്റെ ഫ്രണ്ട് ക്യാമറ. അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ട് ക്യാമറയിൽ തന്നെ സ്ലോ മോഷനും വരുന്നുണ്ട് എന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകം പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇത് കൂടാതെ ഇതിൽ നമ്മൾ മെയിൻ ക്യാമറയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 10x വരെ ഡിജിറ്റൽ സൂമിങ് ഇതിൽ കിട്ടുന്നുണ്ട്. 10
10x വരെ ഒപ്റ്റിക്കൽ സൂം അല്ല, ഡിജിറ്റൽ സൂം ആണ്. പക്ഷേ എന്നാൽ കുഴപ്പമില്ല, നല്ല അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി തന്നെ ഇവിടെ തോന്നിക്കുന്നുണ്ട്. നമ്മളെ കണ്ണുകൊണ്ട് ഇത്ര ഒരു ക്ലിയറിൽ കാണുന്നില്ല എന്ന് തന്നെ പറയാം. നല്ലൊരു ക്ലാരിറ്റി ഉണ്ട്. ഇത്ര സൂം ചെയ്തിട്ട് പോലും നല്ലൊരു ക്ലാരിറ്റി തന്നെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഫോൺ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ ഫോണിനെ പറ്റി നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ കുറച്ച് കനാധികം ഉണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇതിൻ്റെ ബാറ്ററി 7000 mAh ഉണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറനെ പറ്റി നമ്മൾ പറഞ്ഞു, 2 ഫ്രണ്ടും ബാക്കൊക്കെ 4K സപ്പോർട്ടഡ് ആണ്. പിന്നെ സ്ലോ മോഷന് അങ്ങനെ പല പല കാര്യങ്ങൾ ഇതിൽ നോക്കുമ്പോൾ മറ്റുള്ള ഫോണുകളെ അപേക്ഷിച്ചിട്ട് ഒരുപാട് മുന്നിൽ തന്നെയാണ്. എല്ലാ നിലക്കും ഫോൺ നല്ലൊരു ഫോൺ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതിന് മുമ്പ് ഞാൻ അൺബോക്സ് ചെയ്ത ഗാലക്സി M21ൻ്റെ താഴെയായിട്ട് ചില ആളുകളൊക്കെ കമൻറ്റ് ചെയ്ത് ഇതിന് ഹെഡ്ഫോൺ കിട്ടുമോ കിട്ടൂല എന്നൊക്കെ ചോദിച്ചിട്ട്, ചില ആളുകൾ കിട്ടുമെന്ന് തന്നെ പറയുന്നുണ്ട്, ചില ആളുകൾ കിട്ടൂല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ഞാൻ അൺബോക്സ് ചെയ്യുന്നത് GCC കൺട്രിയിൽ നിന്നാണ്, അതായത് ഒമാനിൽ നിന്നാണ് ഞാൻ ഇത് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഫോണുകൾക്കൊക്കെ ഹെഡ്ഫോൺ കിട്ടും, നാട്ടിൽ വരുന്ന ഫോണുകൾക്കൊന്നും ഹെഡ്ഫോൺ കിട്ടില്ല. ഈ ഒരു വ്യത്യാസം മാത്രമാണ് അതിലുള്ളൂ. അല്ലാതെ അത് ഒറിജിനലോ അല്ലെങ്കിൽ ഒറിജിനൽ അല്ലാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഏതായാലും മറ്റൊരു വീഡിയോയുമായി